ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ബുക്കൊക്കെ വായിച്ചിരിക്കുന്നത് എന്താണെന്നല്ലേ? ഒന്നുമില്ല, ഞാൻ കുറച്ച് ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് രാവിലെ ഫോണിൽ കളിക്കുന്നതിന് പകരം കുറച്ച് സമയം നമ്മൾ ബുക്ക് എടുത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, മലയാറ്റൂരിൻ്റെ യക്ഷി എന്ന് പറഞ്ഞ ബുക്കായിരുന്നു. 2-3 പേജ് നമ്മൾ വായിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോൾ എന്തായാലും അതൊന്ന് വായിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും അതെടുത്തിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പായസ ചലഞ്ച് ഉണ്ടായിരുന്നു. നമ്മുടെ EMSൻ്റെ പേരിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പായസ ചലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 1 ലിറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പായസം രാവിലെ തന്നെ കിട്ടിയപ്പോൾ ഇതിൽ മണിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മക്കുട്ടിയുടെ പറഞ്ഞല്ലോ കുടിക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മൾ പലഹാരമാണ് കഴിച്ചത് കേട്ടോ. രാവിലെ വെള്ളച്ചോറ് ഉണ്ടായിരുന്നു, എന്നാലും ഇഡ്ഡലി നല്ല പൂ പോലത്തെ ഇഡ്ഡലി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ഇഡ്ഡലി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, ഇഡ്ഡലിയുടെ കൂടെ ചട്നിയും ചമ്മന്തിയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു എക്സ്ട്രാ സംഭവമായിട്ട് പായസം കൂടി ഉള്ളതുകൊണ്ട് എന്തായാലും ചോറ് കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇഡ്ഡലി ആക്കിയത്. ചമ്മന്തി വേണ്ട. നല്ല ചൂട് ചായ പണിയാക്കില്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ അഞ്ജുൻ്റെ ഭാഗം ഒരു ക്രിസ്മസ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, അപ്പോൾ അതിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്രിസ്മസ് അപ്പൂപ്പൻ, ക്രിസ്മസ് അപ്പൂപ്പൻ. ഇപ്പോൾ രാവിലെ തന്നെ ഒന്ന് ഫോട്ടോഷൂട്ട് കണ്ടോ. ഞങ്ങളേ ഇന്നെല്ലാവരും ഫോട്ടോ എടുക്കുമ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് മാളുവിൻ്റെ ഫോട്ടോ മാത്രം എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് മാളു ഒരേ കരച്ചിലും തെറ്റിക്കുത്തിരിക്കലും അടുത്ത റൂമിൽ. അപ്പം ഇനി മാളുവിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് കൊടുക്കാം. നമുക്ക് സങ്കടം മാറ്റി കൊടുക്കാം. ചില കെട്ടികളുമാർക്കേ വാഷിംഗ് മെഷീൻ കിട്ടിയാൽ മതി വെച്ചിട്ടാവും. ഇതിപ്പോൾ വാഷിംഗ് മെഷീൻ ഉണ്ട്, പൈപ്പ് ഇത് അത്ര മുമ്പ് തന്നെ അവിടെ ഉണ്ട്. ഇനി ഞാൻ അതിക്ക് പൈപ്പ് ഇട്ടെടുത്തത് തിരുമ്പി കൊടുക്കണം അത്രക്ക്. ഞാൻ എൻ്റെ ഡ്രസ്സ് വൈകുന്നേരം പുഴയ്ക്കൊണ്ട് തിരുമ്പിക്കോളാം പോരെ. ഇതൊക്കെയാണ് അവസ്ഥ. വെറുതെ അല്ല കെട്ടിയന്മാര് ഗൾഫിക്ക് പോണ് കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും. ഞാൻ പോണ്ട്, നോക്കിയിരുന്നോ. അവിടെ സമാധാനം തരില്ല അല്ലേ. ചിക്കൻ കറി ഉണ്ടാക്കുന്ന സ്വത്തുമണി. ചിക്കൻ കറി ചിക്കൻ കേക്ക് സ്വത്തുമണി.
മണി മുടി എന്തിക്ക മണി മുടി എന്തിക്ക മുടി എന്തിക്ക വൈകിട്ട് എടുക്കുമ്പോ മുണ്ടായിരിക്കേ ആ അച്ഛക്കുട്ടി മുടി എന്തിക്ക മുടി എന്തിക്ക അങ്ങനെ തന്നെ ചെയ്ത ചെറിയ കടക്കെ ചെയ്യുന്നുണ്ടല്ലോ ആ മുടിയുണ്ട് ആ ആ ആ സുന്ദരി അയക്കണോ ഇതിലമണി ആ മുടി എന്തിക്ക കഴിഞ്ഞോ മുടി എന്തിൽ കഴിഞ്ഞോ ആ ആ എന്തിക്ക ചെറിയ കടക്കെ എന്താ മമ്മമ്മ തിന്നിട്ട് വല്യമ്മ മമ്മമ്മ തന്നിട്ട് ആ തുറക്കാത്ത പൊൻവാതിൽ അൺലിമിറ്റഡ് പുച്ഛം അഞ്ചിട്ട് സ്പെഷ്യൽ ചിക്കൻ കറി തുപ്പലായില്ലേ അടിപൊളി അഞ്ചോ വായിൽ വെള്ളം വരുന്നു അപ്പൊ അഞ്ചിന്റെ പപ്പടം വെച്ചിട്ട് ചെറിയ ആള് വീഴും കണ്ടിട്ടില്ലേ മതി മണി എന്നാ ആരെടുത്തമ്മ ഞങ്ങളെ ഡോറയാണിത് അന്റെ ബാഗിൽ എന്ത് കോട്ട മഴക്കോട്ട പിന്നെന്താ കേക്കണില്ല കൃഷ്ണൻ അപ്പൂപ്പന്റെ കോട്ടോ എന്താ അപ്പൂപ്പന്റെ ഫുള്ള് പറ അപ്പൂപ്പന്റെ അപ്പനല്ല നേരെ പറ ആ അത് പറ വെറും അപ്പൂപ്പനല്ലോ കൃഷ്ണ അപ്പൂപ്പന്റെ കൃഷ്ണൻ അപ്പൂപ്പനോ കൃഷ്ണനോ കൃഷ്ണൻ അപ്പൂപ്പനോ കള്ളക്കച്ചിലാണമ്മ അച്ഛമ്മയുടെ ടോർച്ച് അവിടെ വെച്ചാ ഒരാപ്പി അച്ഛമ്മയുടെ ടോർച്ച് അവിടെ വെച്ചാ അതിൻ്റെ അടുത്ത് കുറിച്ച് വരുമ്പോ അതിന്റെ തല്ലാനാ അവിടെ വെച്ചാ അച്ഛമ്മയുടെ ഭീഷണി അവിടെ വെച്ചിട്ടോ ആ ഭീഷണി അവിടെ വെച്ചോ അപ്പൊ നിലത്തേക്ക് ഇടും എന്റെ ആ ഒടിഞ്ഞ കാലിനെ കറക്റ്റ് നോക്കി അടിക്കിട്ടോ പൊന്നാപ്പി അച്ഛമ്മയുടെ ടോർച്ച് തന്നെ ഇത് വേണ്ടാട്ടത് കുത്തി വെക്കട്ടെ കേട്ടോ എന്റെ കുട്ടിക്കൊക്കെ മനസ്സിലാവേ അച്ചക്കുട്ടി വീശിനൊക്കെ അഞ്ചോ വീശി കാണിച്ചു കൊടുത്ത അച്ചക്കുട്ടി ആ അങ്ങനെ വീശി കാണിച്ചു എന്താ വേണ്ട എന്താ വേണ്ട അച്ചക്കുട്ടിക്ക് എന്ത് കണ്ടാലും ഇപ്പൊ അത് 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 എന്ന് പറയുന്ന പണി സ്വത്തം മണിക്ക് ആ ഇക്ക് വേണ്ട അച്ഛനവിന് കൊടുക്ക് അച്ഛനവിന് കൊടുക്ക് അശ്വിന് കൊടുക്കുന്നുണ്ട് അശ്വിന് വാങ്ങി ആ അങ്ങനെ രണ്ടാക്കും വേണ്ട ഞാൻ ഇപ്പൊ നിശ്ചയെടുത്ത് നമ്മുടെ കാലം കാണിച്ചു തരാൻ പോട്ടോ നോക്കിയൊക്കെ രണ്ട് കാലിൽ രണ്ട് ചെരുപ്പ് ഞാൻ മാറിയിട്ട് വന്നൊരു സംശയം ഉണ്ടാവും ചോദിച്ചപ്പോ എന്താ പറയണമെന്ന് അറിയാം അല്ല വാങ്ങിയപ്പോ ഒക്കെ കറക്റ്റ് ആയിരുന്നു പിന്നെ കളർ മാറിയതാണെന്ന് അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ ഏതാണെന്ന് അറിയണ്ടേ ചോദിച്ചോക്കാം ഇവിടെ വരട്ടെ ഹലോ ഹലോ വിളിച്ചാ നേരത്തെ എവിടുന്നത് വാങ്ങി ആ ചെരുപ്പ് അഞ്ചനൊന്ന് വാങ്ങി കൊടുക്കണം ചുരിദാർ അനുസരിച്ച് മാറ്റി മാറ്റി ഇടാലോ ഏയ് ഇത് ഇൻസ്റ്റാഗ്രാമില്ല ഇതെന്താ ഇങ്ങനെ എടുത്തോണ്ട് നിക്കണ നിങ്ങള് വാങ്ങിയപ്പോ കറക്റ്റ് ആയിരുന്നു അത് എവിടെ നിങ്ങൾ വാങ്ങി
ആ കടക്കൊരു പരസ്യം കൊടുക്കണം. ഹോൾസെയിൽ കട ഉണ്ടോ? ഉണ്ടായിരുന്നു ഈ സംഭവത്തില് പോയൊക്കെ തോന്നുന്നു കേട്ടോ. നീല കളർ ഉണ്ടായിരുന്നു. എവിടെ ആയിട്ട് പിന്നെ എങ്ങനെ ഇതിന് മാത്രം പോയത്? ചോദിക്കങ്ങനെ ഞാൻ എന്നിട്ട് അന്ന് ഇവിടെ അമ്മയുടെ ചെരുപ്പം മാറിപ്പോയോന്നൊക്കെ ചോദിച്ചേ. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കല്യാണത്തിന് എന്തെങ്കിലും പോയിട്ട് മാറിട്ട് അല്ലെങ്കിൽ എങ്ങനെ ഇത്ര മാറ്റം വരും? എന്തൊന്നും മാത്രം വെയിലത്ത് വെക്കും നിങ്ങള്? നോക്കി നോക്കണ അടിയിലേക്ക് ഇറക്കാം. അതിന്റെ നീല കളർ കണ്ടോ? അത് ചളിയാണ്. ചളിയല്ല, നോക്കി നോക്കാം. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. സൺഡേ ആയതുകൊണ്ട് ഇപ്പൊ തന്നെ ഒരുപാട് ലോങ് വീഡിയോ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണുന്നത് വരെ ഇറ്റ്സ് മീ സജിത് കൃഷ്ണൻ സൈനിങ് ഓഫ്.